കാരണം ഇത് രണ്ടും തമ്മിൽ ഗ്രാഫിക്സ് ആയാലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കും പാർട്സും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം സെയിം ആണ് കേട്ടോ. രണ്ടും ബോത്ത് ആർ സെയിം, ഒരു ഡിഫറൻസും ഇല്ല. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിൻ്റെയും കൂടെ ID നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. ചേട്ടാ സെക്കൻഡ് സെയിലുള്ള ഷോപ്പ് ഇതാണോ? തുറന്നില്ലേ? പിന്നെ നമ്മുടെ ഇവിടെ ഒരു 100 ഇരിപ്പുണ്ട്, അതൊരു PPF വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു R15 V2 ഇരിപ്പുണ്ട്, അതിലും കുറച്ച് ഗ്രാഫിക്സ് വർക്കും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. കയ്യിരിക്കുന്ന വണ്ടി പോയി കഴിഞ്ഞാൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. കൊടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടൊക്കെ കൊടുക്കുക, കാരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോയതാണ്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഒരു ഡെയിലി വ്ളോഗാണ്. 1-2 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൻ്റെ പേര് നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അതിൽ പറഞ്ഞിട്ടുള്ള പോലെ ട്രാവൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പേരും ചാനലൊക്കെ മെയിനായിട്ട് തുടങ്ങിയത് ട്രാവൽ വീഡിയോസ് മാത്രം ചെയ്യണം എന്ന് ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. പക്ഷേ കാര്യമായിട്ട് ഞാൻ വിചാരിച്ച പോലെ ട്രാവൽ വീഡിയോസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സമയത്തൊക്കെയാണ്, ചാനൽ തുടങ്ങിയ സമയത്തൊക്കെയാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അതിനുശേഷം എല്ലാം ഓക്കെ ആയിട്ടും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ട്രാവൽ വീഡിയോസ് ചെയ്യാനോ പിന്നെ എന്താണ് ചെയ്തതിന് കാര്യമായിട്ടുള്ള വ്യൂസോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് തോന്നിയൊരു പേരാണ് അങ്ങനെ ഒരു പേരിട്ട്, നമ്മൾ ട്രാവൽ മാഡം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. പേര് പറഞ്ഞാലും ഇന്ന ആളല്ലേ എന്നൊക്കെ ഒരു ഏകദേശം കുറച്ചൊക്കെ പേരിട്ട്, ഒരുപാട് തള്ളിയെന്ന് പറയുന്നില്ല, കുറച്ചൊക്കെ പേര് ഇങ്ങനെ പേര് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻപുറത്തായാലും കുറച്ചൊക്കെ നമ്മുടെ ആകെ ഒരു ഏരിയയിലൊക്കെ ആയാലും തിരിച്ചറിയുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേര് ഞാനങ്ങ് മാറ്റാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള റീസൺ ഇപ്പോൾ പറഞ്ഞതാണ്, ട്രാവൽ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ വണ്ടിയുടെയൊക്കെ റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ റിവ്യൂസ്, ഓണർഷിപ്പ് റിവ്യൂ ചെയ്യണം, അങ്ങനെയൊന്നും എനിക്ക് മൈൻഡിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ കണ്ടൻറ്റ് ആ ഒരു ഇതിലോട്ടൊക്കെ അങ്ങ് പോയതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന ഒരു 500 പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 495 പേർക്കും എൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെയൊക്കെ നിങ്ങളുമായിട്ടൊന്ന് സിങ്ക് ആവാമെന്ന് വിചാരിച്ചു. കാണുന്നവരൊക്കെ എൻ്റെ പേര് മനസ്സിലാവും. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഇട്ടേക്കുന്ന സബിൻ മാഡ് വീൽസ് എന്ന് ആക്കാനുള്ള ഒരു റീസൺ. കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ച് പേരൊക്കെ അയ്യോ പഴയ പേര് മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ കുറച്ച് 2-3 മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു, കുറച്ച് പേരൊക്കെ ബ്രോ എന്താണ് ഇപ്പോൾ മറ്റേത് പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചേഞ്ച് ആവട്ടെ, ഇനിയിപ്പോൾ ഒരു കുറച്ച് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേര് ഫെമിലിയർ ആയിക്കോളും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി നോക്കുന്നുണ്ട്. എനിക്കല്ല, വീട്ടിൽ ചേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെയും 1-2 സ്ഥലത്ത് നമ്മൾ 1-2 ഷോപ്പിലും പിന്നെ ഒരു ചേട്ടൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് നമ്മൾ പോയി 1-2 വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒന്നും അത്ര സുഖമായിട്ട് തോന്നിയില്ല. അതായത് നമ്മളൊരു കൺസെപ്റ്റ് അനുസരിച്ചുള്ളൊരു വണ്ടി കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഈ പോകുന്ന വഴിക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന 1-2 ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് നല്ല വണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. നല്ല വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ അത് ഒന്ന് അഡ്വാൻസ് അങ്ങനെ കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആറ്റിങ്ങിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് 1-2 ഷോപ്പ് കണ്ടിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സ്കൂട്ടിയാണ് നോക്കുന്നത്. അത് ഏകദേശം ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ളൊരു സ്കൂട്ടി, വീട്ടിലൊരു ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് 46 കയറിയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ഇൻസ്റ്റയിലെ ID ഞാൻ നമ്മളെ സ്വിംഗാമിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, ട്രാവൽ മാഡെന്ന്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇളക്കി കളഞ്ഞു. അപ്പോൾ അതൊന്ന് നമ്മളെ പുതിയ പേരൊന്ന് അടിക്കണം. അങ്ങനെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് ഇന്നത്തെ പരിപാടി. ഗൈസ്, അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഉദ്ദേശിച്ച കടകളൊന്നും കണ്ടില്ല കേട്ടോ, കുറച്ചൊന്നും തുറന്നില്ല. അപ്പോൾ നമ്മൾ 46 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അടിക്കുന്ന പരിപാടി കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം കേട്ടോ. ഓക്കെ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ 46 പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിൻ്റെയും കൂടെ ID നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 46 ഷോപ്പ് അറിയാമല്ലോ, എൻ്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഇവിടെ ഒരു 100 ഇരിപ്പുണ്ട്, അതൊരു PPF വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു R15 V2 ഇരിപ്പുണ്ട്, അതിലും കുറച്ച് ഗ്രാഫിക്സ് വർക്കും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഷോപ്പ് നമ്മുടെ വീഡിയോകൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിക്കർ വർക്ക്, ഗ്രാഫിക്സ്, PPF, സെറാമിക് കോട്ടിങ്, അങ്ങനെയുള്ള എല്ലാം, കസ്റ്റം ഡിസൈൻ വർക്ക്, അങ്ങനെയുള്ള എല്ലാം സെറ്റപ്പ് ചെയ്യും കേട്ടോ. എല്ലാ വർക്കുകളും ചെയ്യുന്നൊരു ഷോപ്പാണ് നമ്മുടെ ആറ്റിങ്ങിൽ TB ജംഗ്ഷനിലാണ്.
ഞാൻ പറയുന്നില്ല, ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ചെറിയ ആ ഒരു ഡീക്കാളുണ്ടല്ലോ, ആ ഒരു ബ്ലാക്ക് സ്റ്റിക്കറും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ഷോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 46 ഇറങ്ങുവാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. 46 ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്തേക്കാം. വർക്കിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വന്ന വഴിക്ക് കാര്യമായിട്ടുള്ള ഷോപ്പ് കാര്യങ്ങളൊന്നും കണ്ടതൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ നിൽക്കുന്ന നമ്മുടെ ഒരു മച്ചാനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായി, നമ്മളെ KTMൻ്റെ ഷോറൂമിൽ നിൽക്കുന്ന. അപ്പോൾ KTM ഷോറൂമിൻ്റെ ബാക്കിലായിട്ട് ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സ്കൂട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആ ഒരു മച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് തന്നെയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ 390യുടെ MotoGP എഡിഷനും കൂടെ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കയറി കാണാം. അതും കൂടെ കയറി കണ്ടിട്ട് വേറെ സെക്കൻഡ്സ് വണ്ടിയും കൂടെ കയറി നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അകത്ത് നിൽക്കുകയാണ് കേട്ടോ. KTM ആറ്റിങ്ങൽ ഷോറൂമിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പോൾ RC 390 MotoGP എഡിഷൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ RC 200 MotoGP എഡിഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് RC 390 ഞാൻ അധികം ചെയ്യാത്തത്. കാരണം ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഐഡൻറ്റിക്കലാണ്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും എടുത്തറിയാം, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇത് രണ്ടും തമ്മിൽ ഗ്രാഫിക്സ് ആയാലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കും പാർട്സും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം സെയിം ആണ് കേട്ടോ. രണ്ടും ബോത്ത് ആർ സെയിം, ഒരു ഡിഫറൻസും ഇല്ല പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും. പിന്നെ അത്ര ഡീറ്റെയിൽ ആണ്, നിങ്ങൾ അത്ര എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എഞ്ചിൻ സൈഡൊക്കെ നോക്കുന്ന സമയത്ത് ഇത് RC 390 ആണെന്നും അത് RC 200 ആണെന്നും നിങ്ങൾക്ക് എടുത്തറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് അത്യാവശ്യം കമൻറ്റ്സ് വരുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ അല്ലെങ്കിൽ സ്പെക്കൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും എല്ലാം ഗ്രാഫിക്സ് ആയാലും കളറായാലും എല്ലാം സെയിമാണ് കേട്ടോ. ഇത് റെഡി ടു റീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാം ഗ്രാഫിക്സ് എല്ലാം സെയിമാണ്, കളറ് സെയിമാണ്. ഇത് സീറ്റിൻ്റെ ആ ഒരു ടെയിൽ പോർഷൻ സെയിമാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വിൻഷീൽഡിൻ്റെ ഡിസൈൻ സെയിമാണ്. ഹെഡ്ലൈറ്റ് എല്ലാം സെയിം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. RC 390 MotoGP എഡിഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഡിഫറൻസ്. പിന്നെ പവർ ഡിഫറൻസ് ഉണ്ട്, പിന്നെ സ്പെക്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതിൽ കുറച്ച് മീറ്റർ കൺസോളൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ഈ ഷോപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ആ സെക്കൻഡ്സ് സെയിലുള്ള ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള റോഡുണ്ട്, അവിടെയാണ് മച്ചാൻ പറഞ്ഞ ഷോപ്പ്. ജസ്റ്റ് എന്തായാലും ഒന്ന് കയറി നോക്കാം കേട്ടോ. 1-2 വണ്ടി നമ്മളിങ്ങനെ നോക്കി, ഒന്നും അങ്ങോട്ട് സെറ്റാവണില്ല. നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ്സൊക്കെ നല്ല വണ്ടി കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. കിട്ടിയാൽ ലക്കാണ്, പക്ഷേ കിട്ടാനുള്ള പാടെന്ന് പറയുന്നത് ഭയങ്കര വലുത്. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം അതല്ല, ഞാൻ ഔട്ട്രോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇതാണെന്ന് തോന്നുന്നു, ബൈ സെൽ എക്സ്ചേഞ്ച്. തുറന്നിട്ടില്ലടേ ചേട്ടാ. സെക്കൻഡ് സെയിലുള്ള ഷോപ്പ് ഇതാണോ? തുറന്നില്ലേ? ഒരു സ്കൂട്ടി നോക്കാനായിരുന്നു. ആക്റ്റീവ അല്ല, ഏതുണ്ട് ഇപ്പോൾ അറിയാവോ? റേ ഏത് മോഡലാണ്? 17. എത്ര ചോദിക്കുന്നത്? 15. ഇനി വേണ്ടിയില്ല, ഞാൻ 1-2 ഷോപ്പ് നോക്കി വരാം. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ വണ്ടി ഉണ്ടെന്ന് നോക്കിയിട്ട് പോകുമെന്ന് വിചാരിച്ച്. ഗൈസ്, ഇപ്പോൾ വണ്ടി കാണാൻ പറ്റിയില്ല കേട്ടോ. ആ ഷോപ്പ് തുറന്നില്ല. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിലേ ആവും, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷോപ്പ് തുറക്കോളം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വണ്ടി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കയ്യിലുള്ള വണ്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ പുറത്തായിരിക്കും നമ്മൾ സെല്ല് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്നത്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ അത്രയും നാൾ കൊണ്ടു നടന്ന വണ്ടി കൊടുക്കുന്നത് കേട്ടോ. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കണം. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. സാധാരണക്കാരൻ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരെണ്ണം സെക്കൻഡ്സാണ്. പൈസ ഉണ്ടായി സീനില്ല, പോയി ഷോറൂമിൽ പോയി പുതിയ വണ്ടി വാങ്ങിയാൽ മതി. പക്ഷേ ഒരു സെക്കൻഡ്സ് വണ്ടി നമ്മളൊരു കൺസെപ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു വണ്ടി, നല്ല കണ്ടീഷനുള്ളൊരു വണ്ടി കിട്ടാനുള്ള പാടെന്ന് പറയുന്നുണ്ടല്ലോ. കയ്യിരിക്കുന്ന വണ്ടി പോയി കഴിഞ്ഞാൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടി മാത്രമായിരിക്കും ഉണ്ടാവും നമുക്ക് എല്ലായിടത്തും പോകാനും യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഉള്ളൊരു ഫീലും, അത് പോയി കഴിയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ,
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ നമ്മളൊരു പിന്നെ ഒരു യൂസ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ്സ് വണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ചിലപ്പോൾ നല്ലതൊക്കെ കിട്ടുമായിരിക്കും, ലക്കിനൊക്കെ ചിലപ്പോൾ നല്ലത് കിട്ടും. പക്ഷേ ഇത് നോക്കി എടുക്കുന്ന ഒരു പാടെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വണ്ടി, നല്ല കണ്ടീഷനുള്ളൊരു വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഡെയിലി യൂസൊക്കെ ചെയ്യാനുള്ള വണ്ടി സെല്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൊടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. കാരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോയതാണ്. പിന്നെ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി നോക്കുന്നത് എനിക്കല്ല, ചേട്ടനാണ്. എന്നാലും എനിക്ക് നോക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഈ ഡയറക്റ്റ് ഷോപ്പിലൊക്കെ ചെന്ന് നല്ലോണം ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഭയങ്കര തുടച്ച് കുട്ടപ്പനാക്കി എണ്ണയൊക്കെ പുരട്ടി തുടച്ച് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഏത് കണ്ടീഷനിലാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ 3-4 ഷോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു 1-2 ഓപ്ഷനും കൂടെ ഉണ്ട്, 1-2 വണ്ടി കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വാട്സാപ്പിൽ ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കണം. പിന്നെ ഈ വീഡിയോയിൽ ഡെയിലി വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജസ്റ്റ് ഈ ഒരു വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീഡിയോ ആക്കണം ജസ്റ്റ് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇതൊരു കണ്ടൻറ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗായിട്ട് കണ്ടാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ വീഡിയോയിലൊന്നും ഇല്ലായിരുന്നുള്ള കാര്യം അറിയാം. ഇനിയിപ്പോൾ വേറെ ഒന്നും കാണിക്കാനൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ വന്ന വഴിക്ക് 1-2 ഷോപ്പ് പ്രതീക്ഷ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ആ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഷോപ്പൊന്നും വരുന്ന വഴി കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി പോകുന്ന വഴിക്ക് ഒന്നും കാണിക്കാനൊന്നുമില്ല നിങ്ങളെ. എന്തായാലും നമ്മൾ എടുക്കുന്ന വണ്ടി എന്തായാലും ഞാൻ ഒരു വീഡിയോ കാണിക്കാം, ഡെയിലി വ്ളോഗ് പോലെ. വേറെ ഏതെങ്കിലും വണ്ടി ഫിക്സ് ആവുകയാണെങ്കിൽ അത് ഡെലിവറി എടുക്കാൻ പോകുന്നതും വണ്ടി എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നും പറയാനൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായെന്നറിയാം. എങ്കിലും 390 RC 390 MotoGP വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.